ദുൽഖർ സൽമാനെ നായകനാക്കി അമൽ നീരജ് സംവിധാനം ചെയ്ത ചിത്രമാണ് കോമ്രേഡ് ഇൻ അമേരിക്ക. ഒരു മെക്സിക്കൻ അപാരതയ്ക്ക് ശേഷം മഹാരാജാസ് കോളേജിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ചോരത്തിളപ്പുമായെത്തുന്ന ചിത്രം കൂടിയാണ് കോമ്രേഡ് ഇൻ അമേരിക്ക. കുള്ളന്റെ ഭാര്യയ്ക്ക് ശേഷം അമൽ നീരദും ദുൽഖറും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. പുലിമുരുകനും ദി ഗ്രേറ്റ് ഫാദറിനും ശേഷം ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രവും കോമ്രേഡ് ഇൻ അമേരിക്കയാണ്. ഇടതുപക്ഷാനുഭാവിയായ അജി മാത്യു എന്ന പാലക്കാരനെയാണ് ദുൽഖർ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ചെഗുവേരയുടെ ആരാധകനായ അജി മാത്യുവിന് ക്യാമ്പസ് രാഷ്ട്രീയത്തിലും താല്പര്യമുണ്ട്. ഫുട്ബോളും ചെങ്കൊടിയും രാഷ്ട്രീയവുമായി നടക്കുന്ന അജി മാത്യുവിന്റെ ഹൃദയത്തിൽ ഒരു പ്രണയമുണ്ട്. ആ പ്രണയിനിയെ കാണാൻ അജി അമേരിക്കയിൽ പോകുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ ചുരുക്കം. കോളേജ് പശ്ചാത്തലത്തിലൊരുക്കിയ രസകരമായ ആദ്യ പകുതിക്ക് ശേഷം അജി മാത്യു കാമുകയെ കാണാൻ അമേരിക്കയിലേക്ക് പോകുന്നതോടെ ചിത്രം ഒരു ത്രില്ലർ റോഡ് മൂവി ഗണത്തിലേക്ക് മാറുന്നു. കലാപങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും പേരുകേട്ട രാജ്യങ്ങളിലൂടെ ഉള്ള യാത്ര, അതിനിടെ പല ട്വിസ്റ്റുകളും സംഘടന രംഗങ്ങളും. കൂടാതെ സിദ്ദിഖ്, സൗബിൻ, ദിലീഷ് പോത്തൻ എന്നിവർ അവരവരുടെ റോളുകൾ ഭംഗിയാക്കി. പുതുമുഖ നായികയായ കാർത്തിക മുരളീധരന്റെ അരങ്ങേറ്റവും മികച്ചു നിന്നു. ചിത്രത്തിന്റെ ക്യാമറ ചെയ്ത രണദേവ് ടെക്സസിന്റെയും അമേരിക്കയുടെയും എല്ലാം ഷോട്ടുകളെല്ലാം മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സംഘടന രംഗങ്ങളും കാർ ചേസിംഗ് രംഗങ്ങളുമെല്ലാം പ്രേക്ഷകരെ രോമാഞ്ചഭരിതരാക്കും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പതിവ് അമൽ നീരജ് ചിത്രങ്ങളിലെ സ്ലോ മോഷൻ ചിത്രീകരണം ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. ഗോപി സുന്ദറിന്റെ മനോഹരമായ ഈണങ്ങൾ ചിത്രത്തിന്റെ മാറ്റ് കൂട്ടുന്നു. ദുൽഖറിന്റെ മാസ് ഇൻട്രോ സദസ്സിനെ ഒട്ടാകെ ഇളക്കി മറിക്കുന്നതാണ്. അമൽ നീരജിന്റെ സിനിമാ ജീവിതത്തിലെ ഒരു വമ്പൻ ഹിറ്റായി കോമ്രേഡ് ഇൻ അമേരിക്ക മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. സിനിമ കണ്ടവർക്ക് അഭിപ്രായങ്ങൾ കമന്റുകളായി ഇവിടെ രേഖപ്പെടുത്താം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.